ഓക്കെ, അപ്പോൾ ഫിഷറീസ് ഓഫീസറുടെ മറ്റു കുറച്ച് ചോദ്യങ്ങളാണ്. വാട്ട് അക്രോണിം റെപ്രസെൻറ്റ് ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ദി വെയ്റ്റ് ഓഫ് ഫീഡ് ഗിവൺ ടു ദ ഫിഷ് വെയ്റ്റ് ഓഫ് ഫിഷ് ബയോമാസ് ഗെയിൻഡ്? അപ്പോൾ FCR ആണ്, ഫീഡ് കൺവേർഷൻ റേഷ്യോ. സോ ന്യൂമറിക്കൽ റേഷ്യോ നമ്മൾ ഒരു ഫിഷിന് കൊടുക്കുന്ന അതിൻ്റെ ഫിഷ് ഫീഡിൻ്റെ വെയ്റ്റ്, അതുപോലെ തന്നെ ആ ഫിഷിൻ്റെ ബയോമാസിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഫിഷിൻ്റെ വെയ്റ്റിലുണ്ടാകുന്ന മാറ്റം, ഇതിൻ്റെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് FCR, ഫീഡ് കൺവേർഷൻ റേഷ്യോ. ഒരു ലോ FCR വാല്യൂ അല്ലെങ്കിൽ ഹയർ FCR വാല്യൂ എങ്ങനെയാണ്, ഇതിലേതാണ് ഫാർമറിന് കൂടുതൽ ഡിസയറബിൾ? ഒരു ഫിഷിനെ വളർത്തുന്ന ഒരു വ്യക്തിക്ക് ലോ FCR വാല്യൂ ആണോ ഹൈ FCR വാല്യൂ ആണോ ഡിസയറബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ലോവർ FCR ആണ്. വിച്ച് മാക്രോന്യൂട്രിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സിംഗിൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് വൈറ്റൽ കമ്പോണൻറ്റ് ഇൻ കാർണിവോറസ് ഫിഷ് ഡയറ്റ് എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ആണ്. Which agro-industrial byproduct is predominantly used as a principal protein source of plant origin in traditional Indian fish feeds? അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ഫിഷ് ഫീഡിൽ ഏത് പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പൽ പ്ലാന്റ് പ്രോട്ടീനാണ് ഫിഷിന് അതിന് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മസ്റ്റേർഡ് ഓയിൽ കേക്കാണ്. Which agro-industrial bioproduct is added to fish feed primarily as an inexpensive carbohydrate source and binder? Rice bran ആണ്. What structural type of artificial feed is engineered to stay on the surface of the water, making it ideal for surface feeders like cutla? Floating pellets ആണ്. What type of feed processing technology uses high temperature and pressure to produce expanded floating fish pellets എന്ന് ചോദിച്ചാൽ extrusion ആണ്. സോ ഏത് ടൈപ്പ് ഓഫ് ഫീഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയാണ് ഹൈ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡഡ് ഫ്ലോട്ടിംഗ് ഫിഷ് പെല്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സ്ട്രൂഷനാണ്. Deficiency of which specific vitamin causes a structural spinal deformity known as broken back syndrome in fish? ഫിഷിൽ ബ്രോക്കൺ ബാക്ക് സിൻഡ്രോം ഉണ്ടാക്കുന്ന വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. വാട്ട് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് abundantly in plant ingredients is completely indigestible by most non-herbivorous fishes and acts as a crude fiber? Cellulose ആണ്. What type of amino acid is generally the most limiting essential amino acid when formulating fish feed using purely plant-based proteins എന്ന് ചോദിച്ചാൽ ലൈസീൻ അല്ലെങ്കിൽ മെത്തിയോണിൻ ആണ്. What highly valued pharmaceutical byproduct is extracted from fish livers and serves as an exceptional source of vitamin A and D? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് ലിവർ ഓയിലാണ്. അതായത് ഫിഷിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഫിഷിൻ്റെ ലിവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റാണ് ശരിക്കും വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ ഡിയുടെയും റിച്ച് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്? അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ടേം ഫോർ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ റോ സോയാബീൻ മീൽ ദാറ്റ് മസ്റ്റ് ബി ഡിസ്ട്രോയിഡ് ബൈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ബിഫോർ പ്രോസസ്സിങ് ഇൻ ടു ഫിഷ് ഫീഡ്? ഫിഷ് ഫീഡ് ആയിട്ട് ഒരു സാധനം നമ്മൾ ഫിഷ് ഫീഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതിൽ ചില ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് പ്രസൻ്റ് ആണ്. അതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ട്, അതായത് അതിന് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു ആൻറ്റി ന്യൂട്രീഷണൽ ഫാറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യണം, എന്നിട്ട് വേണം ഫിഷ് ഫീഡായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് റോ സോയാബീൻ മീലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന പരിപാടിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. വാട്ട് മെട്രിക് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ വെയ്റ്റ് ഓഫ് ദി ഫിഷ് ബൈ ക്യൂബ് ഓഫ് ഇറ്റ്സ് ലെങ്ത് യൂസ് ടു ഇവാലുവേറ്റ് ഇറ്റ്സ് ഫിസിക്കൽ പ്ലംപ്നെസ്? അപ്പം ഫിസിക്കൽ പ്ലംനെസ്സിനെ മെഷർ ചെയ്യുന്ന ഫാക്ടറാണ് കണ്ടീഷൻ ഫാക്ടർ K എന്ന് പറയും. വാട്ട് ടൈപ്പ് ഓഫ് ലിപ്പിഡ് ട്രാൻസിഡിറ്റി ഒക്കെ വെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻ ഫിഷ് ഫീഡ് ആർ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ? ഓക്സിഡേറ്റീവ് ട്രാൻസിഡിറ്റി ആണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മിനിമം റെക്കമെൻഡഡ് സ്ലോപ്പ് ഓഫ് ദി ഇന്നർ എംബാക്ക്മെൻറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് എർത്തേൺ അക്വാകൾച്ചർ പോണ്ട്? 2:1. What core engineered structure is built into pond dike to safely regulate water entry and exit while filtering out wild pests? Sluice gate ആണ്. What central drainage system design is built at the lowest point of a circular pond floor to quickly remove heavy solid waste and sludge? Central drain ആണ്. What mechanical aeration device utilizes rotating paddles to splash water and dissolve atmospheric oxygen to intensive farming ponds എന്ന് ചോദിച്ചാൽ പാഡിൽ വീൽ എയറേറ്റർ ആണ്. What passive engineering tool is used in an aquaculture farm to completely block incoming predatory fish and trash items at the main water intake എന്ന് ചോദിച്ചാൽ സ്ക്രീൻ അല്ലെങ്കിൽ നെറ്റ് ഫിൽറ്റേഴ്സ് ആണ്. ഈ
സെൻട്രൽ ഡ്രെയിനിൻ്റെ ചോദ്യം ഒന്നുകൂടെ നോക്കാം. വാട്ട് സെൻട്രൽ ഡ്രെയിനേജ് സിസ്റ്റം ഡിസൈൻഡ് ടു ബിൽഡ് അറ്റ് ലോവർ പോയിന്റ് ഓഫ് എ സർക്കുലർ പോണ്ട് ഫ്ലോർ ടു ക്വിക്ക്ലി റിമൂവ് ഹെവി സോളിഡ് സ്ലഡ്ജ് വേസ്റ്റ്. അതായത് പോണ്ടിൻ്റെ അടിയിൽ എന്തായാലും സ്ലഡ്ജ് പൊന്തി അതിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് സെൻട്രൽ ഡ്രെയിൻ. അടുത്തത് വാട്ട് കോർ എഞ്ചിനീയർഡ് സ്ട്രക്ചർ ഈസ് ബിൽഡ് ഇൻ ടു എ പോണ്ട് ഡൈക്ക് ടു സേഫ്ലി റെഗുലേറ്റ് വാട്ടർ എൻട്രി ആൻഡ് എക്സിറ്റ് വൈൽ ഫിൽറ്ററിങ് ഔട്ട് വൈൽഡ് പെസ്റ്റ്സ്. അപ്പോൾ വൈൽഡ് പെസ്റ്റിനെ റിമൂവ് ചെയ്യാനും വാട്ടർ എൻട്രി സേഫ്ലി റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ സൂയിസ് ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്